ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 മോക്ഷ സന്യാസയോഗം. ശ്ലോകം 31 മുതൽ 37 വരെ. ശ്ലോകം 31. യയാ ധർമ്മമധർമ്മം ച കാര്യം ച അകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസീ. ഹേ പാർത്ഥ, ഏതൊരു ബുദ്ധി കൊണ്ടാണോ ധർമ്മത്തെയും അധർമ്മത്തെയും ചെയ്യേണ്ടതിനെയും ചെയ്യാൻ പാടില്ലാത്തതിനെയും വേർതിരിച്ചറിയാത്തത്, ആ ബുദ്ധി രാജസമാണ്. ശ്ലോകം 32. അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃതാ സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസീ. ഹേ പാർത്ഥ, അജ്ഞാനത്താൽ ആവൃതമായതിനാൽ ധർമ്മത്തെ അധർമ്മമായും എല്ലാ കാര്യങ്ങളും വിപരീതമായും ആഗ്രഹിക്കുന്ന ബുദ്ധി താമസമാണ്. ശ്ലോകം 33. ധൃത്യായയാ ധാരയതേ മനഃ പ്രാണേന്ദ്രിയക്രിയാഃ യോഗേനാവ്യഭിചാരിണ്യാ ധൃതി സാ പാർത്ഥ സാത്വികീ. ഹേ പാർത്ഥ, യോഗപരിശീലനം കൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി മറ്റൊന്നിലേക്കും വ്യതിചലിക്കാതെ മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ വ്യാപാരങ്ങളെ വശത്താക്കി നിർത്താൻ കഴിയുന്ന ധാരണാശക്തി എന്ന ആ ധൈര്യമാണ് സാത്വികം. ശ്ലോകം 34. യയാ തു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷീ ധൃതി സാ പാർത്ഥ രാജസീ. ഹേ പാർത്ഥ, തനിക്ക് പ്രിയപ്പെട്ടവരോടും ഭോഗവസ്തുക്കളോടും മമത മൂലമായ കടുത്ത ആസക്തിയോടെ ധാരണാശക്തി കൊണ്ട് ധർമ്മം, അർത്ഥം, കാമം എന്നിവയെ യഥായോഗ്യം നിലനിർത്തുന്ന ആ ധൃതി രാജസീകമാണ്. ശ്ലോകം 35. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധാ ധൃതി സാ പാർത്ഥ താമസീ. ഹേ പാർത്ഥ, ദുർബുദ്ധിയായവൻ ഏതൊരു ധാരണാശക്തി കൊണ്ട് ഉറക്കം, ഭയം, ദുഃഖം, അശുഭചിന്ത, ഗർവം എന്നിവ ഒരിക്കലും കൈവെടിയുന്നില്ലയോ, ആ ധൃതി താമസിയാണ്. ശ്ലോകം 36, 37. സുഖം ത്വിദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാത് രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. ഹേ ഭരതർഷഭ, ഇനി 3 തരത്തിലുള്ള സുഖങ്ങളെപ്പറ്റി എന്നിൽ നിന്ന് അറിയൂ. ഏതൊരു സുഖത്തിലാണോ സാധകൻ മറ്റൊന്നിനെയും ആഗ്രഹിക്കാതെ അഭ്യാസം കൊണ്ട് രമിക്കുകയും ദുഃഖങ്ങളെ മറികടക്കുകയും ചെയ്യുന്നത്,
ഏതൊരു സുഖമാണോ ആരംഭത്തിൽ വിഷം പോലെയും അന്ത്യത്തിൽ അമൃതം പോലെയും പരിണമിക്കുന്നത്, പരമാത്മജ്ഞാനത്താൽ ഉളവാകുന്ന ആ സുഖത്തെ സാത്വിക സുഖം എന്ന് പറയുന്നു. ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.